പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബി.ജെ.പിയിൽ നിന്ന് കിട്ടുന്ന സഹായം വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ബി.ജെ.പി ഇതര മുഖ്യമന്ത്രിമാർക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിക്കണ്ടേ? കിട്ടിയിട്ടുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ അതോടൊപ്പം തന്നെ സോറൻ രണ്ടുപേരും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതി. ആ അഴിമതി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന് ഞങ്ങൾ മാത്രം പറഞ്ഞല്ല, അൻവർ ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ്. അത്തരം വിഷയങ്ങളെല്ലാം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇ.ഡിയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാഞ്ഞത്? നിങ്ങൾ പരിശോധിക്കണം. കേരളത്തിനകത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് നരേന്ദ്രമോദി വന്ന് പിണറായി വിജയനെതിരായി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കുടുംബത്തെ ഉൾപ്പെടെ ആക്ഷേപിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരക്ഷര കമാന്ന് മറുപടി പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധിയെ ഇതുപോലെ നരേന്ദ്രമോദിയെക്കാളും ഭീകരമായ രൂപത്തിൽ ആക്ഷേപിച്ചത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മാത്രമാണോ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൊടിയും തട്ടി കുടുംബത്തെയും കൂടി ടൂർ പോകുകയല്ലേ ചെയ്തത്? എന്തേ ബംഗാളിൽ പോയോ? കേരളത്തിലെ ഇന്ത്യയിലെ CPM-ന്റെ വേഗ മുഖ്യമന്ത്രിയല്ലേ? ബംഗാളിൽ CPM മത്സരിക്കുന്നില്ലേ? ഈവൻ രാജസ്ഥാനിൽ മത്സരിക്കുന്നില്ല. അവിടെ പോയി ഏതെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്താൻ പൊളിറ്റ് ബ്യൂറോ മെമ്പറായ കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അനുകൂലമായിരിക്കുന്ന ഒരു നേതാവ് വേറെ ആരുണ്ട്? എന്തിനേറെ പറയുന്നു, കേരളത്തിലല്ലാതെ ബി.ജെ.പിയുടെ ഒരു ഘടകകക്ഷി ഇന്ന് കേരളത്തിൽ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയല്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടോ? അപ്പൊ അത്രയേറെ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ സൗകര്യത്തിന്റെ ഗുണം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നു. കാരണം എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ അഴിമതി, പിന്നെ മകളുടെ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം, SFIO ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ ആ ഒരു ഘട്ടത്തിലെല്ലാം ഇവർക്ക് കൃത്യമായ രൂപത്തിലുള്ള പിന്തുണയും പിൻബലവും രണ്ടുപേരും ഒക്കെ ചങ്ങായിമാരെ പോലെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയാണ് കേരളത്തിൽ നമുക്കറിയാൻ സാധിക്കും. കേരളത്തിലെ പോലീസിനകത്ത് പോലും RSS ഉണ്ട് എന്ന് ആനി രാജയും അൻവറും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുമ്പോൾ എന്തിനാണ് പിണറായി വിജയൻ ആ കസേരയിൽ ഇരിക്കുന്നത്? സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കേരളത്തിൽ RSSന് വഴിവെട്ടി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങളാണ് അവരുമായി ധാരണ. അതാണ് ഈ പൂരം കലക്കാൻ ഉൾപ്പെടെയുള്ള വിഷയത്തിലേക്ക് നിങ്ങൾ എത്തിയത്.